കുട്ടികള് നിങ്ങൾ ആരാ ആന കണ്ട ആള്? ആന കണ്ടോ? നല്ല രസം. അടിപൊളിയായിരുന്നോ? ആനയെ കണ്ടു. ഇവരൊക്കെ ആനയെ കൃത്യമായിട്ട് കാണാൻ പറ്റി ഇവർക്കൊക്കെ. പിന്നെ ഇവര് സ്ഥിരമായിട്ട് ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണല്ലോ അല്ലേ ടീച്ചറെ? അതെ അതെ, ഇറങ്ങാറുണ്ട്. ഉണ്ട്, വണ്ടിയിലൊക്കെ വരുമ്പോ കാണാറുണ്ട്. എന്തായാലും അധ്യാപകർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ഏത് സമയത്ത് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഞങ്ങള് ഉച്ചക്ക് 12:30 കുട്ടികളെ വിടും ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിച്ച് കുട്ടികൾ കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ ആയി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങള് ഏതാണ്ട് 1 മണിയായപ്പോ പിന്നെ ആനയുണ്ട് എന്ന് പറഞ്ഞ് തോട്ടം വഴിയെല്ലാം ആളുകളെല്ലാം ഓടുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അലറുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കുട്ടികളെ വേഗം സേഫാക്കാൻ വേണ്ടി എല്ലാരെയും റൂമിൽ കയറ്റി ഞങ്ങൾ വാതിലടച്ചു. ഞങ്ങൾ പുറത്തു നിന്നു. അപ്പോഴാണ് ആന പിന്നെ തോട്ടം വഴി ഓടി ആളുകളെല്ലാം പുറകിലുണ്ടായിരുന്നു. അങ്ങനെ ആന നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. കാണാൻ കൗതുകമാണ്, പക്ഷെ ചന്തവുമാണ്, ഒക്കെ സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വല്ലാത്തൊരു വേവലാതിയായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ മക്കള് ചെറിയ കുട്ടികളാണ്. ആനക്കുട്ടീനേക്കാളും ആനക്കുട്ടി വലുപ്പമുണ്ട്, പക്ഷെ ഞങ്ങളുടെ മക്കൾ അതിലും ചെറുതല്ലേ. 2 കുട്ടികളാണെങ്കിലും നമുക്ക് എന്താ പറയാ, അത്രയും ചെറിയ മക്കളെ നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് ചാടിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വേവലാതി ഞങ്ങളെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാം വാർഡ് മെമ്പർ വിളിച്ചു പറയുകയും വേഗം പിന്നെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടുന്ന് പിന്നെ വനപാലകരെത്തുകയും ചെയ്തു. പിന്നെ എല്ലാം ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം നമുക്കൊരു സംരക്ഷണമായിട്ട് ഞങ്ങളെ പൊതിഞ്ഞ് തന്നെ നിന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എന്താ പറയാ, പിന്നീട് ഞങ്ങൾ ആസ്വദിച്ചുവെങ്കിലും എല്ലാവരും ഞങ്ങളെ സംരക്ഷിച്ചു. വളരെ എന്താ പറയാ, സന്തോഷത്തോടു കൂടി തന്നെ അവനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഒരു ഇവിടെ സ്ഥിരം ആനയുടെ പ്രശ്നമുള്ള സ്ഥിരമായിട്ടുണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്? വണ്ടിയൊക്കെ പോകുമ്പോ പുറകെയൊക്കെ വരും, വരാറുണ്ട്. സ്ഥിരമായിട്ട്